My dear all, Selena here. ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണെന്ന്. ഏതാണ്ട് 100ൽ 1 കുട്ടിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൂവിങ് ഫ്രം സർവൈവിങ് ടു ത്രൈവിങ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. കാരണം ഒരു സർവൈവിങ് സ്റ്റേജ് കുട്ടികൾക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു, വി ഹാവ് ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ദം എന്നുള്ളതല്ല. ഇനി ത്രൈവ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അതിനുള്ള അർഹത ഈ വ്യക്തികൾക്കോ ഈ കുട്ടികൾക്കോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ലോകാരോഗ്യ സംഘടനയുടെയും യുനെസ്കോയുടെയും UN-ന്റെയും ഒക്കെ വല്ലാത്തൊരു പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ പ്രത്യേകതകളും ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും ഐഡൻറ്റിഫൈ ചെയ്യുക, അത് അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിലൊരു IP കൊടുക്കുക തുടങ്ങി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായിക്കൊള്ളട്ടെ, മാനേജ്മെൻറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ, വായിക്കാനുള്ളത് എല്ലാ ലിങ്കുകളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം അതിനേക്കാൾ ഉപരിയാണ്. ഏതാണ്ട് കേരളത്തിൽ 6230 പരം കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ അറ്റ് റിസ്ക് ഫാക്ടറുള്ള കുട്ടികൾ ഏതാണ്ട് 126 പേരാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടുന്ന, ഇത് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതിലാദ്യത്തേത്, നേരത്തെ തന്നെ ഇത് കണ്ടെത്തലുകളാണ്, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പരിമിതികൾ ഒരു പാരന്റിന് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ പാരന്റ് ഇത് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ രണ്ടാമത് കണ്ടെത്തലുകൾ. ഞാൻ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരായ ആളുകളിലേക്കാണ്, അല്ലെങ്കിൽ അധ്യാപകരിലേക്കാണ്. കാരണം മതിയായ ട്രെയിനിങ് സ്കൂളുകൾ അധ്യാപകർക്ക് നൽകിക്കൊണ്ട്, വളരെ വ്യക്തമായ പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ മൂന്നാമത് ഹെൽത്ത് കെയർ സെക്ടർ ആയിക്കൊള്ളട്ടെ, ഇൻ്റർവെൻഷൻ ഏജൻസികളായിക്കൊള്ളട്ടെ, സോഷ്യൽ സെറ്റിംഗ് ഏജൻസികളായിക്കൊള്ളട്ടെ, അവരെല്ലാവരും കൂട്ടുത്തരവാദിത്തോടു കൂടി ഇതിൽ ഒരു ഇവാലുവേഷനും സൊല്യൂഷനും കൊടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളുടെയൊക്കെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിവിദഗ്ധരായ അധ്യാപകർ ഇതിനെ നന്നായി കൈകാര്യം ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സങ്കടാവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷകർത്താവ് ഇത് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ചവിട്ടുപടി എന്താണ് എന്ന് പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഇൻ്റർവെൻഷൻ, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ നടത്തേണ്ടുന്ന ആവശ്യകത ഈ അവയർനെസ് ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴായും ഇതൊക്കെ മനസ്സിലാക്കിച്ചു കൊടുത്താലും അതിലൊരു കണ്ടിന്യൂറ്റിയോ മെൻറ്ററിങ്ങോ മോണിറ്ററിങ്ങോ മുഴുനീളം കൊടുക്കുവാൻ നമ്മളുടെ രക്ഷകർത്താക്കൾക്കോ ഒരു പരിധിവരെ അക്കാഡമിക് തല കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ കഴിയാതെ വരാറുണ്ട്. പക്ഷെ അത് അവരുടെ പരിമിതികളല്ല, മറിച്ച് അവയർനെസ് കണ്ടിന്യൂസ് ആയിട്ട് നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ 6000 കുട്ടികളിൽ 162 പേർ അറ്റ് റിസ്കിലാണ് എങ്കിൽ 100ൽ 1 കുട്ടി ഓട്ടിസം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു എങ്കിൽ അതിലൊരു കുട്ടി എൻ്റെയും കൂടെ ആണെങ്കിൽ അത് എംപത്തറ്റിക് അപ്രോച്ച് ഞാനും എടുക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടോ, അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ കഴിഞ്ഞ 20 വർഷം ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അറിവുകളും തിരിച്ചറിവുകളും നമ്മളെ ഒരുപാട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പമുണ്ടെന്ന വാഗ്ദാനത്തോടു കൂടി താങ്ക് യു.